ഒരു സൂഫി കഥയാണിത്. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഒരു ചക്രവർത്തിയുടെ സഭയിലെത്തി. തൻ്റെ സഭയിൽ ഒരു ഭിക്ഷക്കാരനെത്തിയപ്പോൾ സ്വാഭാവികമായും ചക്രവർത്തിക്ക് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നി. പക്ഷെ ചക്രവർത്തി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഭിക്ഷക്കാരൻ സംസാരിച്ചു. ഭിക്ഷക്കാരൻ പറഞ്ഞത് ഇതാണ്: എനിക്കെന്ത് തന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. ചക്രവർത്തി ഭിക്ഷക്കാരൻ്റെ വാക്കുകൾ കേട്ടതും ഞെട്ടിപ്പോയി. കാരണം ഇന്നേ വരെ അദ്ദേഹം ഒരുപാട് ഭിക്ഷക്കാരന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടീഷൻസ് ഉള്ളൊരു ഭിക്ഷക്കാരനെ ആദ്യമായി കാണുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഭിക്ഷക്കാരൻ്റെ പെരുമാറ്റം ഇഷ്ടമായില്ല. പക്ഷെ ചക്രവർത്തി എതിർത്തൊന്നും പറഞ്ഞില്ല. കാരണം ഈ ഭിക്ഷക്കാരൻ എന്തോ ഒരു പ്രത്യേകതയുള്ളതായി ചക്രവർത്തിക്ക് തോന്നി. ചക്രവർത്തിക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ എന്തോ ഒരു പ്രത്യേകത ഈ ഭിക്ഷക്കാരനുണ്ടായിരുന്നു. കാരണം ഇതാണ്: ഭിക്ഷക്കാരൻ ഒരു സൂഫി സന്യാസിയാണ്. ചക്രവർത്തി അത് തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. എന്തായിരുന്നാലും ഭിക്ഷക്കാരന് തൻ്റെ കണ്ടീഷൻ പറയാനുള്ള അവസരം ചക്രവർത്തി കൊടുത്തു. ഭിക്ഷക്കാരൻ തൻ്റെ കണ്ടീഷൻ പറഞ്ഞു. കണ്ടീഷൻ ഇതാണ്: നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ ഈ ഭിക്ഷപാത്രം നിറച്ചും തരണം. ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ഒരു ചെറിയ ഭിക്ഷപാത്രം ഉണ്ടായിരുന്നു. അത് നിറച്ചും കൊടുക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഭിക്ഷക്കാരൻ സംസാരിച്ചു കഴിഞ്ഞതും ചക്രവർത്തിക്ക് നല്ല ദേഷ്യം വന്നു. ചക്രവർത്തി പറഞ്ഞു: നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ നിങ്ങൾ കളിയാക്കുകയാണോ? ഞാനൊരു ഭിക്ഷക്കാരനല്ല, ഞാനൊരു ചക്രവർത്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ചെറിയ വൃത്തികെട്ട പാത്രം നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു തമാശയാണ്. ഭിക്ഷക്കാരൻ പറഞ്ഞു: നോക്കൂ, ഞാൻ നിങ്ങളുടെ നന്മയോർത്ത് പറഞ്ഞതാണ്. പിന്നീട് നിങ്ങൾക്ക് അബദ്ധമായി പോയി എന്ന് തോന്നരുത്. നിങ്ങൾക്കിത് നിറയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിറച്ചോളൂ. ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം മന്ത്രി സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും കൊണ്ട് ആ പാത്രം നിറയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അത്ഭുതം, അതിലോരോ നാണയം വീഴുമ്പോഴും അതിലോരോ രത്നം വീഴുമ്പോഴും അവ അപ്രത്യക്ഷമാകുന്നു. ആ പാത്രം ഒരു 10 തവണ നിറയ്ക്കാനുള്ള രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ആ പാത്രത്തിലേക്ക് ഇതുവരെ മന്ത്രി ഇട്ടിരുന്നു. പക്ഷേ ആ പാത്രത്തിൽ എത്ര രത്നം ഇട്ടിട്ടും അതിലെ പകുതി പോലും നിറയ്ക്കാൻ സാധിക്കുന്നില്ല. പാത്രത്തിൽ ഓരോ വസ്തു വീഴുന്ന നിമിഷം അവ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരുന്നു. ചക്രവർത്തിക്ക് ഇതൊരു വെല്ലുവിളിയായി മാറി. ചക്രവർത്തി പറഞ്ഞു: എൻ്റെ ഖജനാവ് കാലിയായാലും സാരമില്ല, പക്ഷെ എനിക്ക് തോൽക്കാൻ പറ്റില്ല. ഈ ഭിക്ഷക്കാരനെ ജയിക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല. ആ പാത്രം നിറച്ച് തന്നെ ആകണം. പറയുന്നത് ദിവസങ്ങളോളം ഈ ജോലി അവിടെ നടന്നുകൊണ്ടേയിരുന്നു എന്നാണ്. ഒരു ചക്രവർത്തിയുടെ ഖജനാവ് അങ്ങനെ എളുപ്പമൊന്നും കാലിയാവില്ലല്ലോ. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചക്രവർത്തിയുടെ ഖജനാവ് കാലിയാവാൻ തുടങ്ങിയപ്പോൾ, ചക്രവർത്തി ഒരു ഭിക്ഷക്കാരനാവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. ചക്രവർത്തി ഭിക്ഷക്കാരൻ്റെ കാലിൽ വീണു. എന്നിട്ട് പറഞ്ഞു: ക്ഷമിക്കണം, അങ്ങ് ജയിച്ചു, ഞാൻ തോറ്റു. പക്ഷെ അങ്ങ് പോകുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു തരൂ. ഈ ബൗളിൻ്റെ സീക്രട്ട് എന്താണ്? ഈ പാത്രത്തിൻ്റെ രഹസ്യം എന്താണ്? ഭിക്ഷക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഈ പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ ഈഗോയും ആഗ്രഹങ്ങളും കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് നിറയാത്തത്. എത്ര മനോഹരമായിട്ടാണ് ഈ കഥയിലൂടെ ഒരു സന്ദേശം പങ്കുവയ്ക്കപ്പെടുന്നത്. നോക്കൂ, മനുഷ്യൻ്റെ ഈഗോയ്ക്ക് ഒരിക്കലും തൃപ്തിപ്പെടാൻ സാധിക്കില്ല. എന്ത് കിട്ടിയാലും അതിന് മതിയാകില്ല. അതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങളും. അതിനൊരിക്കലും ഒരു അവസാനമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? അതായത് എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഒരാളെ. അവരുടെ ആഗ്രഹങ്ങൾക്കൊരു അവസാനമില്ല. ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, വിശന്നിരിക്കുമ്പോൾ മനുഷ്യന് ഒരാഗ്രഹമാണ്, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവൻ 1000 ആഗ്രഹങ്ങളാണ്. എത്ര സത്യമാണ്! വിശപ്പുള്ളപ്പോൾ വരെ അവന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ: ഭക്ഷണം. പക്ഷെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് വലിയ വീട് വേണം, കാറ് വേണം, ബാങ്ക് ബാലൻസ് വേണം. ആ ലിസ്റ്റ് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ന്യായമായ ആഗ്രഹങ്ങളോ? നോക്കൂ, നല്ല ആഗ്രഹങ്ങളാണോ, ന്യായമായ ആഗ്രഹങ്ങളാണോ, അതോ മോശം ആഗ്രഹങ്ങളാണോ, അന്യായമായ ആഗ്രഹങ്ങളാണോ എന്നത് ഈ പ്രസക്തിയില്ല. ആഗ്രഹങ്ങളുണ്ടോ? എങ്കിൽ നിങ്ങളൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഗൗതമ ബുദ്ധ പോലും പറഞ്ഞിട്ടുണ്ട്, ഡിസയർ ഈസ് ദ റൂട്ട് ഓഫ് യുവർ സഫറിംഗ് എന്ന്. നിങ്ങളുടെ വേദനകൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, വിഷമങ്ങൾക്കെല്ലാം ഒരു വേരയുള്ളൂ. അത് ഡിസയറാണ്, ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്,
ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല എന്നുള്ളത്. അത് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. രണ്ടാമത്, ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മളെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്. നോക്കൂ, ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ അത് നടന്നു കഴിയാത്തൊരു കാര്യമാണ്. ഭാവിയിൽ എവിടെയോ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരും ജനിക്കുന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കാറില്ല, ശ്വാസമെടുക്കാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കാറില്ല. കാരണം അവയെല്ലാം ഇപ്പം നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ നടക്കാത്ത, ഇതുവരെ സംഭവിക്കാത്ത കാര്യമാണ് ആഗ്രഹം. അതിനർത്ഥം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫ്യൂച്ചറിലായി. ഇത് മനസ്സിൻ്റെ ഒരു ട്രിക്കാണ്. കാരണം മനസ്സൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കണമെന്ന്. അത് പരമാവധി ശ്രമിക്കുന്നത് നമ്മളെ ഈ നിമിഷത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോകാനാണ്. എന്നാൽ ഇന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ജീവിതം സംഭവിക്കുന്നത് ഈ നിമിഷത്തിൽ മാത്രമാണ്. ഈ നിമിഷത്തെ അറിയുന്നവന് മാത്രമേ ജീവിതത്തെ അറിയാൻ പറ്റുള്ളൂ. ഈ നിമിഷത്തെ അറിയുന്നവന് മാത്രമേ അവനവനെ അറിയാൻ സാധിക്കുകയുള്ളൂ. സമാധി പോലും സ്പർശിക്കണമെങ്കിൽ ഈ നിമിഷത്തെ അറിയണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് മനസ്സ് ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല. നിങ്ങൾ ഇനി ദൈവത്തെ ആഗ്രഹിച്ചാൽ പോലും കാര്യമില്ല, അപ്പോഴും അതൊരാഗ്രഹം തന്നെയാണ്. മനസ്സാഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പുറകെ ഓടി നടക്കണമെന്നാണ്. കാരണം എപ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹങ്ങളുടെ ട്രാപ്പിലിരിക്കുന്നുവോ അത്രയും നാൾ നിങ്ങൾ ഈ നിമിഷത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കും. അവസാനമില്ലാത്ത ആഗ്രഹങ്ങളുടെ ട്രാപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമൻറ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ നല്ല അറിവ് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.